ഹായ് ഇന്നത്തെ ഐറ്റം വേറെ ഒന്നുമല്ല അവിയലാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു പ്രത്യേക തരത്തിലാണ് ഉണ്ടാക്കുന്നത്. തൈരൊന്നും ഇല്ലാതെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ പച്ചക്കറികൾ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പയർ, ബീൻസ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, കുമ്പളങ്ങ, കൊത്തമര, അങ്ങനെ കുറച്ച് ഐറ്റംസ്. എന്നിട്ട് അതിലേക്ക് ഞാൻ 2 പച്ചമുളക് നടുകെ കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവിന് ആവശ്യമായത് ഇവിടെ നല്ല എരിവാണ് കേട്ടോ പച്ചമുളകിന്. അപ്പോൾ 2 ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി തൈര് ഒഴിക്കാത്തതിന് പകരം ഇട്ട് കൊടുക്കുന്നത് തക്കാളിയാണ്. ഒരു വലിയ സൈസിലുള്ള തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൈര് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് പൊടികളായിട്ട് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കൂടെ തന്നെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ അതാ എണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിലും നന്നായിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് പിടിക്കട്ടെ. അതിന് ശേഷമാണ് ഇവിടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെന്തിട്ട് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഇതുപോലെ തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഒരേപോലെ ഇളക്കി കൊടുത്താലാണ് ഒരേപോലെ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടുകയുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ കഷ്ണങ്ങൾ കയ്യിൽ തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു നാളികേരത്തിൻ്റെ അരമുറിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ചെറിയ ഉള്ളി തോല് കളഞ്ഞതും 2 സ്പൂണ് ജീരകം കൂടി ഇട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അതാ ഈ ഒരു പരുവത്തിൽ. എന്നിട്ട് നമ്മൾ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയുടെ മിക്സ് എല്ലാ കഷ്ണങ്ങളിലും ഒന്ന് യോജിച്ച് വരുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് എടുക്കണം. അപ്പോൾ ഇതാ ഏകദേശം അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് അതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതാണ് അവിയലിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക കേട്ടോ. നമ്മൾ ലാസ്റ്റ് ഇടുന്ന കറിവേപ്പിലയും വെളിച്ചെണ്ണയാണ് അവിയലിൻ്റെ ടേസ്റ്റ് തന്നെ കൂട്ടുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി തൈരൊന്നും ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി ഉണ്ടായാൽ മാത്രം മതി. മറ്റേ അവിയലിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. രണ്ടും ഒരേപോലെ തന്നെയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കഷ്ണങ്ങൾ അരിയേണ്ട ആ ഒരു താമസം മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. സദ്യയിൽ ഏറ്റവും മുന്തി നിൽക്കുന്ന ഒരു ഐറ്റം അല്ലേ അവിയൽ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ. ബായ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.